നമസ്കാരം, എൻ്റെ പേര് ജയരാജ്. ഞാനിപ്പോൾ തിരുവല്ല പുല്ലാട് എന്നുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പം ഞാനിതൊരു 2-3 ആഴ്ച മുന്നേ കൊടുത്ത പഞ്ചിൻ്റെ പെട്രോള് ക്രിയേറ്റീവ് മാനുവൽ വണ്ടിയാണ്, ടോപ്പ് മോഡലാണ്. അപ്പം സാറിൻ്റെ പേര് മാത്യു എന്നാണ്. അപ്പം സാറാണ് ഈ വണ്ടി പർച്ചേസ് ചെയ്തത്. അപ്പം നമ്മളിന്ന് ഒരു വണ്ടിയുടെ ഒരു പർച്ചേസ് എക്സ്പീരിയൻസ് വീഡിയോ ആണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ലെക്സോൺ എന്ന് പറഞ്ഞ ഷോറൂമിൽ കയറിയിട്ട് ഇപ്പം ഞാൻ 1-2 മാസമേ ഉള്ളൂ. അപ്പം സാറിന് ആ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തതിൻ്റെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ വണ്ടി ഓടിച്ചതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. വണ്ടി എടുത്ത് സാർ ഈ പ്ലാൻ തുടങ്ങിയത് എന്ന് വെച്ചാൽ ഈ വണ്ടി മാറ്റാം, സാറിന് ഒരു ഓൾട്ടോ ഇരിപ്പില്ലായിരുന്നോ? ആ ഓൾട്ടോ മാറ്റിയിട്ടൊരു വേറെ വണ്ടി എടുക്കാന്നുള്ളൊരു പ്ലാൻ തുടങ്ങിയ ഒരു ചിന്ത പോലുള്ള കാര്യങ്ങളൊന്ന് സംസാരിക്കുമോ? വണ്ടി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ഏതാണ്ട് 19 വർഷത്തോളമായി. അപ്പം വണ്ടി ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു മസ്റ്റായിട്ട് വന്ന സമയത്താണ് അടുത്തൊരു വണ്ടി നോക്കാൻ വേണ്ടി ഇങ്ങനെ ഡിസൈഡ് ചെയ്തത്. ഇത്ര വർഷമായതുകൊണ്ടല്ലേ? 19 വർഷമായി. ഇപ്പോൾ അടുത്ത റീടെസ്റ്റാണ്. അപ്പോൾ എനിക്ക് വണ്ടി ചേഞ്ച് ചെയ്യണം. ടാറ്റയുടെ വണ്ടി അങ്ങനെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. പിന്നെ ആ ഷോറൂമിൽ വന്ന് വിസിറ്റ് ചെയ്തു. അങ്ങനെ കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ വല്ല വണ്ടികളും കയറി വന്നായിരുന്നു സാറിൻ്റെ മൈൻഡിൽ? ഞാൻ റെനോയുടെ ഡ്രൈവർ നോക്കിയായിരുന്നു. പിന്നെ മഹേന്ദ്ര SUV 300 നോക്കിയായിരുന്നു. മാരുതിയുടെ വണ്ടീസ് ഒക്കെ നോക്കിയായിരുന്നു. അല്ല, സാറിന് ശരിക്കും ഇതല്ലാതെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ സാർ ഇതുകൊണ്ട് എടുക്കായിരുന്നു, ഇപ്പം പഞ്ചില്ലായിരുന്നെങ്കിൽ? അങ്ങനെ എനിക്കൊരു ഡിസിഷൻ ഞാൻ ഇന്ന വണ്ടി എടുക്കണം എന്നുള്ളൊരു താല്പര്യത്തിൽ വന്നതല്ല. ജസ്റ്റ് അടുത്തൊരു ചേഞ്ച് ചെയ്യണം. അപ്പം പിന്നെ മാരുതിയുടെ വണ്ടീസ് കുറേ ഓടിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ വേറെ ഒരെണ്ണം ട്രൈ ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ഇതിനകത്തോട്ട്. അപ്പം ഇത് എടുത്തു കഴിഞ്ഞിട്ട് സാറിന് നല്ലതെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? ഇത് എടുത്തു കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, എൻ്റെ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നിയ കുറച്ച് നല്ല കാര്യങ്ങൾ വണ്ടിക്കകത്തുള്ളതൊക്കെ സാറിന് തോന്നി? എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്, റോഡ് പ്രസൻസ് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ്. പിന്നെ നല്ല AC ആണ്. നൈറ്റിലൊക്കെ ഓടിക്കുമ്പോൾ എനിക്ക്, ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നത് തന്നെ നൈറ്റിലാണ്. അപ്പം ഫസ്റ്റ് ടൈം ഇച്ചിരി ഒരു ഇതുണ്ടായിരുന്നു നൈറ്റിൽ എടുക്കാനൊരു വീഡിയോ, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. വണ്ടി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ലൈറ്റ്സ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ സാർ എക്സ്പെക്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ വന്നോ? എന്ന് വെച്ചാൽ സാർ ഉദ്ദേശിച്ച വണ്ടിക്കകത്ത് കംഫർട്ട് ഉണ്ടായി, സാർ പറഞ്ഞു. AC-യുടെ കാര്യം നല്ലതെന്ന് പറഞ്ഞു. പിന്നെ അതല്ലാതെ വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് വല്ലതും സാറിന് തോന്നിയോ? അങ്ങനെ നെഗറ്റീവായിട്ട് തോന്നിയില്ല. ഞാൻ പറയാം, പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു ഓൾട്ടോ ആണ് ഞാൻ 19 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് വെച്ച് ഇത് പുതിയ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചേഞ്ചിങ് പീരീഡ് ഉണ്ടല്ലോ, ഒരു ഷിഫ്റ്റ് വരുന്ന ആ ഒരു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ലെക്സോണിൽ നിന്ന് വന്ന് വണ്ടി പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങളൊരു പുതിയൊരു സ്ഥാപനമാണ് ഞങ്ങളുടെ. അപ്പം അവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ട് സാറിന് നല്ലതും തോന്നിയ കാര്യങ്ങളും ഇനി ഇമ്പ്രൂവ് ചെയ്യണം തോന്നിയ കാര്യങ്ങളൊന്ന് പറയുമോ? ലെക്സോണിൽ നിന്ന് വന്ന് പർച്ചേസ് ചെയ്യുന്നത് ലെക്സോൺ എനിക്ക് ഫസ്റ്റ് അനുഭവമാണ്. എനിക്ക് സർവീസൊക്കെ വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അവിടെ വന്ന് എന്തുവാ നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഒക്കെ കംഫർട്ടബിളായിട്ട് തന്നെയാണ് തോന്നിയത്. സാറിന് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തോന്നിയോ? എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ സെയിൽസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഗത്തു നിന്നോ ഇതുവരെയുള്ള കാര്യങ്ങളാട്ടോ ചോദിക്കുന്നത്? അങ്ങനെ തോന്നിയൊന്നുമില്ല? അങ്ങനെ പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല, ഒന്നുമില്ല. അപ്പം ഈ വണ്ടിക്ക് നെഗറ്റീവ് സൈഡൊന്നും സാറിനൊന്നും പറയാനൊന്നുമില്ല? നെഗറ്റീവ് സൈഡ് ഇതുവരെ ഞാൻ 260 കിലോമീറ്റർ ആയിട്ടുണ്ട് ഓട്ടുള്ളൂ. അപ്പം ഇപ്പം ഇതിൻ്റെ മൈലേജ് എന്നാ കിട്ടുന്നുണ്ട് സാറിന്? ഇപ്പം എനിക്കൊരു 12 ആ റേഞ്ചിലാണ് മൈലേജ് കിട്ടുന്നത് എനിക്ക്. പക്ഷേ ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് ഓടിച്ച് അന്ന് വന്ന് എനിക്ക് 16 മുകളിലോട്ട് കിട്ടിയിട്ടുണ്ട്. 16+ കിട്ടിയായിരുന്നു. ഇപ്പോൾ ഈ ലോക്കൽ ചെറിയ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇതൊക്കെ ആയിരിക്കാം. പിന്നെ AC ഒക്കെ ഇട്ട് ഓടിക്കുമ്പോൾ ആ ഒരു 12 കിട്ടുന്നു. അപ്പോൾ ഇനി സാറ് വണ്ടി എടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ സാർ എന്നെ റെക്കമെൻഡ് ചെയ്യുമോ? എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ, അതുകൂടെ പറയാം. പിന്നെ ഞാനിപ്പോൾ ടാറ്റയുടെ വണ്ടി വന്ന് എടുക്കാൻ ഒരു മെയിൻ കാരണം ജയരാജാണ്. ജയരാജുമായിട്ടുള്ള ആ ഒരു നമ്മൾ വർത്തമാനം പറഞ്ഞ് തുടങ്ങിയതിൻ്റെ ഇത് ആ ഒരു ഒറ്റ ബേസിലാണ് ഞാൻ ടാറ്റയിൽ നിന്ന് വണ്ടി എടുക്കാൻ, അവിടെ ലെക്സോണിൽ നിന്ന് എടുക്കാം. അല്ല പിന്നെ പുല്ലാട്ട് കിടക്കുന്നത് ഞാൻ പുല്ലാട്ട് കിടക്കുന്നത് ഞാൻ ഏറ്റുമാനൂർ വന്ന് വണ്ടി എടുക്കണേൽ സംതിങ് ഇൻ യു, അതുകൊണ്ടാണ് ഉടൻ വരെ. ശരി, ഓക്കെ.
വളരെ വളരെ ഷോർട്ട് റിവ്യൂ ആണ് ഇത്. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് റിവ്യൂ എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാറ്റയുടെ വണ്ടിയുടെ ഇലക്ട്രിക് കാറോ പെട്രോൾ കാറോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്, തെള്ളകമാണ്. നമ്മൾ കോട്ടയം മാതാ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നത്. സാറേ അപ്പം എൻ്റെ കൂടെ ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. ഇതൊരു സൺഡേ ആണ്, അപ്പം ഞാൻ സാറിൻ്റെ സമയം പിടിച്ച് മേടിച്ചതാണ്. അപ്പം എന്തായാലും വീഡിയോ ഉണ്ടായിരുന്നു. താങ്ക് യു.